കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമാം. ഹരിനാമകീർത്തനം ശ്ലോകം 43. ഢക്കാമൃദംഗതുടി താളങ്ങൾ പോലെയുടൻ ഓർക്കാമിതാൻ നിലയിൽ എന്നേടമോർത്തുമമ നിൽക്കുന്നതില്യ മനമാളാനബദ്ധകരി തീൻ കണ്ട പോലെ ഹരിനാരായണായ നമഃ. നമുക്ക് പഴയ മലയാളമാണെന്ന് മനസ്സിലാവും വായിക്കുമ്പോൾ അല്ലേ, കാരണം കുറച്ച് വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാട്ടോ. അപ്പോൾ അത് നമുക്ക് അന്നിലയിൽ ആദ്യം എടുക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. അതുകൊണ്ട് ആ നിലയിൽ, അതായത് രണ്ടാമത്തെ വരിയിൽ ഓർക്കാമിത അന്നിലയിൽ, അതായത് ആ നില പറഞ്ഞപ്പോൾ കഴിഞ്ഞതിൽ പറഞ്ഞില്ലേ, ഈ കുണ്ടലിനി ശക്തിയെ ഉയർത്തിയിട്ട് ഈ ഷഡാധാര ചക്രങ്ങളും കടന്ന്, അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, പിന്നെ അനാഹതം, ഇങ്ങനെയുള്ള എല്ലാ ചക്രങ്ങളും കടന്ന് ഈ ആജ്ഞാചക്രം അവിടെ അതും കൂടി കടന്നിട്ട് പിന്നെ സഹസ്രാരത്തിലെത്തിയാലല്ലേ ശിവശക്തി ഐക്യം അല്ലെങ്കിൽ ബ്രഹ്മൈക്യം. അപ്പോൾ ഈ കുണ്ടലിനി ശക്തി ഉയർത്തി ഈ ഷഡാധാര 6 ചക്രങ്ങളും കടന്നിട്ട്, അതായത് ആജ്ഞാചക്രം ഈ പിരികത്തിൻ്റെ ഇടയ്ക്കുള്ളതും കൂടി കടന്നിട്ട് സഹസ്രാരത്തിലേക്ക് എത്തണ അത്രേൻ്റെ മുമ്പേ അനി അനാഹത ചക്രത്തിലെത്തിയാൽ തന്നെ അപ്പം തൊട്ട് അനാഹത ചക്രത്തിൽ എത്തിയപ്പോൾ തൊട്ട് നമുക്ക് ഢക്ക മൃദംഗ തുടി താളങ്ങൾ പോലെ, അതായത് പറ, മൃദംഗം, തുടി പറഞ്ഞാൽ കടുത്തുടി, ഇങ്ങനത്തെ ഓരോ താളം മുതലായ വാദ്യങ്ങളുടെ ഒരു മുഴക്കം അല്ലെങ്കിൽ ഒരു ഒന്നിച്ചുള്ളൊരു മുഴക്കമുണ്ടല്ലോ, അതുപോലെയുള്ള ശബ്ദങ്ങൾ ഉടൻ ഓർക്കാം, അത് കേൾക്കാൻ സാധിക്കും എന്നേടമോർത്ത്, അത് വിചാരിച്ചിട്ട് ഈ അനാഹത ചക്രം എത്തിക്കഴിഞ്ഞ് ഈ വിശുദ്ധി ചക്രവും പിന്നെ ആജ്ഞാചക്രത്തിലൊക്കെ എത്തുമ്പോഴേക്കും ഈ അനാഹത ശബ്ദത്തിൽ എത്തി തുടങ്ങും ഈ ശബ്ദമായിട്ടുള്ള ബന്ധം. അപ്പോൾ പല പല ശബ്ദങ്ങളും മുഴക്കം പോലെ കേൾക്കും എന്നുള്ളത് ആലോചിച്ചിട്ട് എൻ്റെ മനസ്സ് അസ്വസ്ഥാവെന്ന് പറയാണ്. മമ മനം, എൻ്റെ മനസ്സ് നിൽക്കണില്ല. അതിൽ തന്നെയാണ് അനാഹതത്തിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ എനിക്ക് ഈ ശബ്ദങ്ങൾ കേൾക്കാമല്ലോ എന്നുള്ള ഒരു സന്തോഷം, ഒരു എക്സൈറ്റ്മെൻ്റ് കൊണ്ട് മനസ്സിനൊരു അസ്വസ്ഥത അങ്ങനെ വരുമല്ലോ, റെസ്റ്റ്ലെസ്നെസ് വരികയാണെന്ന് പറയണം. മനം ഏതുപോലെ ആ റെസ്റ്റ്ലെസ്നെസ്സിനെ ഏതുകൊണ്ടാണ് ഉപമിച്ചിരിക്കണത് അറിയോ? ആളാനബദ്ധ കരി പറഞ്ഞ ആനയാണ്. ആളാനം ചെന്താ അറിയോ? കെട്ടണ കുറ്റി അല്ലെങ്കിൽ മാവോ, നമ്മളിപ്പോൾ മാവുമ്പിലോ അല്ലെങ്കിൽ മരത്തുമ്പിലോ ആ കെട്ടണ ആ കുറ്റിയാണ് പറയണത് ആളാനത്തിൽ കെട്ടണ ബദ്ധനായ ആനാളത്തിൽ കെട്ടപ്പെട്ട ആന വിശപ്പുണ്ടെന്ന് വിചാരിച്ചോളൂ ആനയ്ക്ക്. തീൻ കണ്ട പോലെ അത് അകലങ്ങനെ അതിൻ്റെ തീറ്റ കണ്ടു വെച്ചോട്ടെ, അതിന് ഇരിക്കപ്പുറതി ഇല്ലാണ്ടേ ആവുമല്ലോ. നമ്മൾ ഇരിക്കപ്പുറതി എന്ന് പറയും, ഇരിക്കപ്പുറതി ഇല്ലാത്ത ഒരു ഇതാവും. അതായത് അതിന് അത് കിട്ടണം എന്നുള്ള സന്തോഷം അത് കണ്ടിട്ട് അപ്പം തിന്നാലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാവില്ല, അതുപോലെ ആവണു എൻ്റെ മനസ്സാണ്. അത് അങ്ങനെ ആങ്സൈറ്റി ആയാൽ പിന്നെ അപ്പം നമുക്ക് അവിടുന്ന് മേപ്പെട്ട് പോയിട്ട് നമുക്ക് പിന്നെ അനാഹത ശബ്ദം കേൾക്കണമെങ്കിൽ തന്നെ ശരിക്കും പറയാച്ചാൽ ഈ വിഷയികൾക്ക് കേൾക്കാൻ സാധിക്കില്ല. അപ്പം അത് കേൾക്കാൻ തന്നെ ശരിക്കും സാധിക്കില്ലേ വിഷയികൾക്ക്. പക്ഷെ ആ ശബ്ദം കേൾക്കുമെന്ന് വിചാരിച്ചിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് കൊണ്ട് എൻ്റെ മനസ്സ് നിൽക്കണില്ല. അതുകൊണ്ട് എന്താ പറഞ്ഞ വെച്ചാൽ ഈ ഷഡാധാരങ്ങളെയും കടന്ന് ഈ നമ്മുടെ ശിരസ്സിൽ മൂർധാവിലെത്തി കുണ്ടലിനി ശക്തിയെ ഉറപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ മുഴക്കം, അല്ലെങ്കിൽ അവിടെ എത്താറാകുമ്പോഴുള്ള മുഴക്കം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഓരോ ശബ്ദങ്ങളൊക്കെ കേൾക്കും മുഴക്കം ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ. അത് നമ്മളെ ധ്യാനത്തിൻ്റെ ഏകാഗ്രത കൊണ്ട് നമ്മൾ സഹസ്രാരത്തിൽ എത്തിക്കണം, എന്നാലല്ലേ ബ്രഹ്മൈക്യം ഉണ്ടാവുള്ളൂ, മോക്ഷം പ്രാപിക്കണമെങ്കിൽ. അങ്ങനെ എനിക്ക് ഇത് കേൾക്കാം എന്നുള്ള എക്സൈറ്റ്മെൻ്റ് കൊണ്ട് എനിക്ക് ധ്യാനിക്കാൻ എൻ്റെ മനസ്സ് ഏകാഗ്രമായി നിൽക്കണില്ല. അതെല്ലായ്പ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണു. വിശപ്പുള്ള ഒരാന കെട്ടിയിട്ടിറക്കുകയാണ്. അത് അപ്പുറത്തെ എത്താത്ത സ്ഥലത്തൊരു തീറ്റ കാണുമ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്ന പോലെ അല്ലെങ്കിൽ വട്ടം കറങ്ങുന്ന പോലെ എൻ്റെ മനസ്സ് ചലിക്കുന്നു. അതിനെ ആ മനസ്സിനെ ചലിപ്പിക്കാതെ ഭഗവാന്റെ പാദപത്മത്തിൽ ഉറപ്പിക്കണേ. ഹരിനാരായണായ നമഃ എന്നാണ്
ഇപ്പോൾ ഇതിൽ പറഞ്ഞതേ. അതായത് ആ ശബ്ദധ്വനി ആസ്വദിക്കാം എന്ന് വിചാരിച്ച ആകാംക്ഷ പൂണ്ട് മനസ്സ് ചലിക്കുകയാണ്. കെട്ടിട്ട ആന കുറച്ചകലെ ആഹാരം കണ്ടാൽ എങ്ങനെയാണ് റെസ്റ്റ്ലെസ് ആവുക, അതുപോലെയാണ്. അതായത് ഈ കുണ്ടലിനി യോഗത്തിൽ നമ്മൾ പണ്ടുള്ള കുണ്ടലിനി യോഗത്തിൽ നമ്മളിങ്ങനെ പുരോഗമിക്കുമ്പോഴേ ഓരോ കുണ്ടലിനി ശക്തി ഉയർത്തി ഓരോ ചക്രത്തിൽ കൂടി ഉയർത്തി കൊണ്ടുവരുമ്പോൾ പല വർണ്ണങ്ങൾ നമ്മൾ പറഞ്ഞൂല, പല കളറൊക്കെ കാണുന്നൊക്കെ പറയാം, പല ദർശനങ്ങളും പല നാദങ്ങളും ഒക്കെ കേൾക്കുത്രേ. അതിൻ്റെ അനുഭവം ഉണ്ടാവുത്രേ. അനാഹത ചക്രത്തിലെത്തുമ്പോഴാണത്രേ ശബ്ദബ്രഹ്മമായിട്ട് ശരിക്കും ബന്ധം ഉണ്ടാവണത്. എന്താ അനാഹത ശബ്ദം എന്ന് പറയാൻ കാരണം വെച്ചാൽ മുഴക്കി അടിച്ചുണ്ടാക്കണ ശബ്ദമല്ല, അതിനെ ആഹതം എന്നാണ് പറയുക. ആഹത ശബ്ദം പറഞ്ഞാൽ എന്തിലെങ്കിലും അടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണ ആ ശബ്ദത്തിനാണ് പറയുക. അതായത് മുഴക്കിയിട്ട് ഉണ്ടാക്കണ ശബ്ദമല്ല, അടിച്ചുണ്ടാക്കുന്ന അല്ലാത്ത ശബ്ദത്തിനെ അനാഹത ശബ്ദം പറയുക. അതായത് ഇത് നമ്മൾ സട്ടിലായിട്ടാണ് കേൾക്കണതേ. നമ്മളെ ഈ ചെവി കൊണ്ട് പുറത്തുള്ള ശ്രവണേന്ദ്രിയം കൊണ്ട് കേൾക്കുകയല്ല, നമുക്ക് കേൾക്കണുണ്ടെന്നുള്ള പ്രതീതി സൂക്ഷ്മരൂപത്തിൽ കേൾക്കുകയാണ് അനാഹത ശബ്ദം. അതെന്തെങ്കിലും അടിച്ചുണ്ടാക്കണ ആഹത ശബ്ദത്തിനെ പോലെ അല്ല. അതുകൊണ്ടാണ് അനാഹത ചക്രം എന്ന് അനാഹത ശബ്ദം എന്ന് പറയണത്. അതൊരു സട്ടിൽ ഫോം ഓഫ് സൗണ്ടാണ്, വിച്ച് ക്യാൻ ബി ഹേർഡ് ഓൺലി നമ്മുടെ സട്ടിൽ സെൻസ് ഉണ്ട്. അതായത് പുറത്ത് കാണുന്ന ചെവി കൊണ്ട് കേൾക്കണതല്ല എന്നർത്ഥം. അപ്പോൾ ഇത് സൂക്ഷ്മ രീതിയിൽ ശ്രവിക്കണ ഒരു നമുക്ക് ശ്രവിക്കണ ഒരു പ്രതീതി ഉണ്ടാവുകയാണ്, കേൾക്കണ പ്രതീതി. അതായത് ഈ ശ്രവണേന്ദ്രിയം കൊണ്ടുള്ള ശ്രവണം അല്ല എന്നർത്ഥം, മനസ്സിലായി? അതിൻ്റെയും പിന്നിലുള്ള സൂക്ഷ്മ രീതിയിലുള്ളതാണ്. പക്ഷെ അതിനെ അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു അനുഭവമാണെന്ന് പറയാം. ആ അനാഹത ചക്രത്തിന് ഈ പേര് വരാൻ തന്നെ കാരണം ഇതാണത്രേ. അവിടെ നിന്നാണ് ഈ അനാഹത ശബ്ദങ്ങൾ കേൾക്കുക എന്നുള്ളതുകൊണ്ടാണത്രേ. അപ്പോൾ എന്തായാലും ഈ ശബ്ദം ആസ്വദിക്കാമല്ലോ എന്ന് വിചാരിച്ച് അത് കേട്ട് അതിനെപ്പറ്റി എക്സൈറ്റഡ് ആയിട്ട് മനസ്സ് ചഞ്ചലായിട്ട് ധ്യാനത്തിന് തടസ്സം വന്ന് ബ്രഹ്മാത്മൈക്യം കഴിയാത്തൊരു സ്ഥിതി വരാം എന്ന് പറയാണ്. അതായത് മനസ്സ് വിഷയത്തിൽ തന്നെ വിഷയത്തിൽ നിന്ന് മുഴുവൻ വിരമിച്ചിട്ടില്ലെങ്കിലേ, അങ്ങനെ മനസ്സ് ചലിക്കാതെ ഭഗവാന്റെ പാദപത്മത്തിനെ ഓർക്കാൻ എനിക്ക് അനുഗ്രഹം ഉണ്ടാവണേ എന്നാണ് ഇങ്ങനെ പറയണത്. അതായത് ഈ കുണ്ടലിനി നമ്മളങ്ങനെയാണല്ലോ പറഞ്ഞതല്ലേ, കുണ്ടലിനി പ്രാണനെ സുഷുമ്ന നാഡിയിലേക്ക് പിന്നെ പ്രവേശിപ്പിച്ചിട്ടാണല്ലോ, സുഷുമ്നയിലാണല്ലോ ഈ നടുക്കലത്തെ നാഡിയിലാണല്ലോ, നട്ടെല്ലിലത്തെ നടുക്കലത്തെ നാഡിയിലാണല്ലോ ഈ ആധാര ചക്രങ്ങളൊക്കെ. അപ്പോൾ അതിങ്ങനെ അതിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു യോഗിക്കുള്ളിൽ പല 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 രൂപങ്ങളും വർണ്ണങ്ങളും മധുരമുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാം എന്ന് പറഞ്ഞു. നമ്മളിതിനു മുമ്പേ ശബ്ദം പറഞ്ഞില്ല. അപ്പോൾ ഈ അനാഹതം എന്ന ആധാരചക്രത്തിൽ എത്തുമ്പോഴാണ് ഈ ശബ്ദങ്ങൾ, ഈ സൂക്ഷ്മ രൂപത്തിലുള്ള ശബ്ദവും മുഴക്കവും കേൾക്കണം. എവിടുന്നാണ് അത് മുഴങ്ങണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് അതിന് അനാഹതം തന്നെ പേര്, മുഴക്കണതല്ല. അതുകൊണ്ടാണ് അനാഹതം എന്നൊക്കെ പറയണത്. അപ്പോൾ എന്താണ് ശങ്കരാചാര്യരൊക്കെ പിന്നെ പലതിലും ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്രേ. അപ്പോൾ 8 തരം നാദങ്ങൾ കേൾക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പറ, മൃദംഗം, കടുത്തുടി, ശംഖ്, പിന്നെ സമുദ്രത്തിൻ്റെ ശബ്ദം, അങ്ങനെയൊക്കെ കേൾക്കത്രേ. അപ്പോൾ ഈ എന്താണ്, അപ്പം അത് ഈ മധുരമായിട്ടുള്ള ഈ അനാഹത ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണത്രേ. അത് പക്ഷേ ശരിക്കും നല്ല വിഷയം, അതായത് ഈ ഒരു സ്ഥിതിയിൽ എത്തിയാലേ കേൾക്കുള്ളൂ, അതുവരെ കേൾക്കില്ല. അതായത് നമ്മൾ വിഷയിയായിട്ട് മനസ്സിൽ മായയിൽ കിടന്ന് കംപ്ലീറ്റ്ലി കളിക്കുന്ന സമയത്തൊന്നും നമുക്കിത് കേൾക്കില്ല. അപ്പം ഇവിടെ ശരിക്കും പറയാച്ചാൽ ബാലകൃഷ്ണൻ നായർ സാർ അത് നല്ലോണം പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ, ഈ നമ്മുടെ ഈ മായയിൽ നിന്ന് വിടാത്ത വിഷയ സുഖം അല്ലെങ്കിൽ വിഷയികളായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിനെയാണത്ര ഇവിടെ ഈ പിന്നെ ഒരു മരത്തുമ്പിൽ കെട്ടിയിട്ടുള്ള ആനയോടെ ഉപമിച്ചിരിക്കണത്. പിന്നെ എഴുത്തച്ഛൻ ഒരു മരത്തുമ്പിൽ കെട്ടിയിട്ടുള്ള ആനയും ആയിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് നമ്മുടെ വിഷയത്തിന്ന് മോചനം കിട്ടാത്ത മനസ്സിന്. അപ്പോൾ അകലെ കാണുന്ന ഭക്ഷണമാണ് ഏത്, ആ അനാഹത ശബ്ദം. നമുക്ക് അവിടെ എത്തിയിട്ടില്ല, അത് കേൾക്കാം എന്നുള്ള എക്സൈറ്റ്മെൻറ്റാണ്, കേട്ടു തുടങ്ങിയിട്ട് പോലും ഇല്ല എന്ന് വിചാരിച്ചോളൂ.
ആ അനാഹത ശബ്ദത്തിൻ്റെ അനുഭവം ആണ് അകലുള്ള ഭക്ഷണം. നമ്മുടെ വിഷയത്തിൽ നിന്ന് വിട്ടുപോവാത്ത മനസ്സാണ് ആന. അപ്പം ആ അനാഹത അനുഭവത്തിന് വേണ്ടി ദാഹിച്ചിട്ട് എൻ്റെ മനസ്സ് ചഞ്ചലാവണു. അങ്ങനെ ചഞ്ചലാക്കരുതേ എന്നാണ് പറയണത്. അങ്ങനെ ചഞ്ചലാക്കാതെ ഓരോ ആധാരചക്രങ്ങളും കടന്ന് എനിക്ക് സഹസ്രാരപത്മത്തിൽ എത്താനും അങ്ങയുടെ പാദപത്മങ്ങളായിട്ട് താതാത്മ്യം പ്രാപിക്കാനും എന്നെ അനുഗ്രഹിക്കണേ എന്നാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ഭക്ഷണം കണ്ടിട്ട് പിന്നെ വട്ടം കറങ്ങണ അല്ലെങ്കിൽ പിന്നെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ആനയെ പോലെ ഇരുന്നാൽ മേപ്പെട്ട് പോവാൻ വിഷമാണല്ലോ അല്ലേ? അപ്പം നമ്മുടെ ആ ഉദ്ദേശം ലക്ഷ്യത്തിലെത്തേണ്ട ബ്രഹ്മാത്മൈക്യാണ്. അതെത്തണമെങ്കിൽ നമുക്ക് അങ്ങ് വരെ എത്തണം. പക്ഷെ അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ അനാഹതാനുഭൂതി ഉണ്ടാവും എന്നുള്ള ആ അനുഭൂതിയൊക്കെ അയ്യോ അതെന്തൊരു രസമാവും, അതെനിക്ക് ആസ്വദിക്കാമെന്നുള്ള ആകാംക്ഷ കൊണ്ടേ മനസ്സങ്ങട് ചഞ്ചലാവുകയാണ്, അല്ലെങ്കിൽ അസ്വസ്ഥാവണത അങ്ങനെ ആയക്കരുതേ എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് അപ്പം ഈ ഒരു പിന്നെ ശ്ലോകത്തിൽ പറയണത്. അതായത് ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം, നമ്മളെ ശ്രമമൊന്നും പോരാ. അതായത് മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് അങ്ങേയറ്റം വരെ അത് കൊണ്ടുപോകണമെങ്കിൽ ഭഗവത് അനുഗ്രഹം തന്നെ വേണം. ഈ മുഴങ്ങണ ശബ്ദം എവിടെയെന്ന് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അനാഹതം എന്ന് പറയണത് അല്ലേ. അതായത് ഒരിക്കലും അടിച്ചുണ്ടാക്കപ്പെടാത്ത ശബ്ദമാണ്. അപ്പോൾ ഈ അനാഹതാനുഭൂതി സാധാരണ നിലയ്ക്ക് ഈ വിഷയികൾക്ക് കേൾക്കാനേ സാധിക്കില്ല. ഒന്നാമത് സൂക്ഷ്മ രൂപത്തിലാണ്, അത് വിഷയത്തിൽ നിന്ന് മോചനം കിട്ടിയവർക്ക് അത് കേൾക്കുള്ളൂ. അപ്പോൾ അത് പിന്നെ അപ്പം അത് വിഷയികൾക്ക് ഇത് കിട്ടാൻ വിഷമാണ്. അപ്പം നമ്മളിങ്ങനെ അതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആന ഭക്ഷണത്തിന് വട്ടം കറങ്ങണ പോലെ അനാഹത ശബ്ദത്തിൻ്റെ ആ ഒരു അനുഭവത്തിന് തന്നെ ഈ വിഷയബദ്ധത കാരണം എൻ്റെ മനസ്സ് കറങ്ങണമെന്ന് പറയുകയാണ്. അത് ആ കറക്കം തീർത്ത് എൻ്റെ മനസ്സിനെ സ്വസ്ഥമാക്കി ഏകാഗ്രമാക്കി ആ അനാഹത ശബ്ദാനുഭവമൊക്കെ ഞാൻ അനുഭവിച്ച് അങ്ങനെ മുകളിലേക്ക് അനാഹത ചക്രത്തിൽ കൂടെ പോയി, വിശുദ്ധി ചക്രത്തിൽ പോയി, ആജ്ഞാചക്രത്തിൽ പോയി, സഹസ്രാരപത്മത്തിലെത്തി ഞാൻ അങ്ങയുടെ പാദപത്മങ്ങളായിട്ട് താതാത്മ്യം പ്രാപിക്കണേ. ഹരിനാരായണായ നമഃ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ചെയ്യാൻ സമയം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ 43 അതെ 43 ചൊല്ലി 44 കൂടിയും ചെയ്യാം. ഢക്കാമൃദംഗതുടി താളങ്ങൾ പോലെയുടനോർക്കാമിതന്നിലയിലെന്നേടമോർത്തു മമ നിൽക്കുന്നതില്ല മനമാളാനബദ്ധകരി തീൻ കണ്ട പോലെ ഹരിനാരായണായ നമഃ. ഇനി 44. നത്വം വരും പരിചു കർമ്മവ്യപായമിഹ മധ്യേ ഭവിക്കിലുമതില്ലെങ്കിലും കിമപി തത്വാദിയിൽ പരമുദിച്ചോരു ബോധമതു ചിത്തേ വരേണ്ടതിഹ നാരായണായ നമഃ. നമുക്ക് അർത്ഥം നോക്കാം. ഇഹ മധ്യേ എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൻ്റെ നടുക്ക് വെച്ച്, അല്ലെങ്കിൽ ഈ ജീവിതം ഈ എന്താ പറയുക, ഇവിടെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ ആധ്യാത്മിക യാത്ര ചെയ്യുമ്പോൾ പകുതിക്ക് വെച്ച് മധ്യത്തിൽ, അതാണ് പറഞ്ഞത്. ഇഹ മധ്യേ പറഞ്ഞാൽ ഇഹ ജീവിതത്തിൽ, ഈ ഇഹലോക ജീവിതത്തിൽ മധ്യേ നമ്മൾ ആധ്യാത്മികമായിട്ടും പുരോഗമിക്കാനുള്ള യാത്രയാണെന്ന് വിചാരിച്ചോളൂ. ആ യാത്ര ഇഹലോക യാത്രയിൽ മധ്യത്തിലെത്തുമ്പോൾ, അതായത് യാത്രയുടെ അങ്ങേറ്റം എത്തുന്നതിന് മധ്യത്തിൽ നത്വം അഥവാ നത്വം എന്താ, ആ ഇറ്റേണൽ ബ്ലിസ്, സച്ചിദാനന്ദ ബ്രഹ്മാനുഭാവസ്ഥ. അപ്പോൾ ഈ നമ്മളുടെ ഈ ജീവിതത്തിൻ്റെ മധ്യത്തിൽ വെച്ച്, ഇഹലോക ജീവിതത്തിൻ്റെ മധ്യത്തിൽ വെച്ചിട്ട് സച്ചിദാനന്ദം അഥവാ ഇറ്റേണൽ ബ്ലിസ് എന്നർത്ഥം. അതാണ് നത്വം ചാൽ. വരും പരിച്, അത് വരുമാറ്. കർമ്മവ്യപായം, അതായത് നമുക്ക് ഈ സച്ചിദാനന്ദ അനുഭവം ഉണ്ടാവുമാറ് നമ്മുടെ കർമ്മവ്യപായം ചാൽ പൂർണ്ണമായും കർമ്മത്തിൽ നിന്നുള്ള നിവൃത്തി, അതായത് കർമ്മബന്ധനം പൂർണ്ണമായിട്ടും ഇല്ലാതെ ആവുന്ന അവസ്ഥ. ഭവിക്കിലും അതില്ലെങ്കിലും കിമപി, ഇപ്പം അങ്ങനെ ഉണ്ടായാലും, അതായത് കർമ്മനിവൃത്തി
ഉണ്ടായാലും ഇല്ലെങ്കിലും തത്വാദിയിൽ തത്വങ്ങൾക്ക് കാരണമായ പരമാത്മാവിൽ എന്ത് പരം വ്യക്തമായി മീൻസ് വ്യക്തമായിട്ട് ശ്രേഷ്ഠമായിട്ട് ഉദിച്ചൊരു ബോധം നമുക്ക് നാല് അജ്ഞാനം ഉദിച്ചു, പക്ഷെ കർമ്മനിവൃത്തി വന്നിട്ടുമില്ല. അത് ചിത്തേ വരേണ്ടതിഹ, അത് ചിത്തത്തിൽ മാഞ്ഞു പോകാതെ എന്ന്. അതായത് നമുക്ക് ഉദിച്ച ജ്ഞാനം ഒരിക്കലും മാഞ്ഞു പോകാതെ നിരന്തരം നിൽക്കണേ ഹരിനാരായണ നമ എന്നാണ് പറയുന്നത്. അതായത് ഈ ജ്ഞാനം ചിലപ്പോൾ എന്താ അറിയോ, കർമ്മനിവൃത്തി ജ്ഞാനം ഉദിക്കണോടെ കർമ്മനിവൃത്തി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ജ്ഞാനവും കർമ്മനിവൃത്തിയും കൂടി ഉണ്ടായാൽ നമ്മൾ ജീവൻ മുക്തനാവും. എന്നാലും പ്രാരബ്ധം ഉണ്ടാവും കേട്ടോ. ജീവൻ മുക്തനായാലും പ്രാരബ്ധം കൂടിയും കഴിഞ്ഞാലേ ഈ ദേഹം നമ്മൾ ഉപേക്ഷിച്ച് പോവുള്ളൂ. അപ്പം ജീവൻ മുക്തനായിട്ട് ഈ ദേഹത്തിലിരിക്കാം. അതായത് ഞാൻ ആത്മാവാണെന്നും ഞാൻ കർത്തൃത്വം ഭോക്തൃത്വം എനിക്കില്ല എന്നും എല്ലാം ബ്രഹ്മാണ്, ചെയ്യണതും ബ്രഹ്മം, അനുഭവിക്കുന്നത്. അപ്പം ഞാനേ ഇല്ല അതിൽ കേട്ടോ ജീവൻ മുക്തന്. പക്ഷേ ഞാൻ ഉദിച്ചാലും ഈ കർത്തൃത്വം ഭോക്തൃത്വം പിന്നെയും ഉണ്ടാവും. അതായത് കർമ്മനിവൃത്തി മുഴുവനെ പോവാത്തവരുണ്ടാവേ. അപ്പോൾ അതിപ്പോൾ മുഴുവനെ കർമ്മനിവൃത്തി പോയിട്ടില്ല, പക്ഷെ ജ്ഞാനം ഉദിച്ചു എങ്കിലും ആ എന്താണ് ഞാൻ ബ്രഹ്മം തന്നെയാണെന്ന് എപ്പോഴും ബ്രഹ്മത്തിൽ വർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾക്ക്, അതായത് ഈ ജന്മത്തിൽ തന്നെ അങ്ങനെ ജീവൻ മുക്തനായില്ലെങ്കിലും പോലും ആയാലും ഇല്ലെങ്കിലും എനിക്ക് ഒരിക്കൽ ഉദിച്ച ആ ജ്ഞാനം നിരന്തരം നിൽക്കണമെന്നാണ്. ഒരിക്കലും ഉദിച്ച ജ്ഞാനം പോവില്ല അത്രേ. പക്ഷേ പലപ്പോഴും ആ ജന്മം തന്നെ മോക്ഷം കിട്ടാതെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെ കാണുന്നുണ്ടല്ലോ, എന്താ പറയുക, ഇപ്പം നാരദന് ആദ്യത്തെ ജന്മത്തിൽ തന്നെ ശരിക്കും ഭഗവാൻ ദർശനമൊക്കെ കൊടുത്തു. അപ്പോൾ ഇനിയും കാണണം. അപ്പം ഭഗവാൻ നല്ലൊരു ജ്ഞാനമൊക്കെ ഉദിച്ചു. അപ്പോൾ പക്ഷേ ആ ജന്മത്തിൽ കിട്ടിയില്ല. പിന്നെ ഭഗവാൻ തന്നെ പറയും, പിന്നെയും കരയും, ഭഗവാൻ ഇനിയും കാണണം, ഭഗവാന്റെ അടുത്ത് പോകണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഭഗവാൻ തന്നെ പറയും ഒരു ജന്മം കൂടി വേണം പറയും. അതായത് കർമ്മബന്ധനം മുഴുവൻ തീർന്നിട്ടില്ല. അതുപോലെയാണെങ്കിലും സാരമില്ല, ഈ ഉദിച്ച ജ്ഞാനം അങ്ങനെ നിൽക്കണേന്നാണ് പറയണത്. അതായത് ഈ സച്ചിദാനന്ദ ഇറ്റേണൽ ബ്ലിസ് ഉണ്ടാവുമാറ് ജ്ഞാനം ഉണ്ടാവണ സമയത്ത് കർമ്മനിവൃത്തി ഉണ്ടായാലും ഇല്ലെങ്കിലും ഉള്ളിലുദിച്ച ആ ജ്ഞാനാനുഭവം വിട്ടുപോകാതെ എൻ്റെ ഉള്ളിൽ നിരന്തരമായി നിൽക്കണേ. അപ്പം അടുത്ത ജന്മം അവിടുന്ന് മുമ്പിലേക്ക് പോകണ്ടേ. അതായത് അത് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു ജന്മം കൂടി വേണമെങ്കിലും ഇനി ഒരു ജന്മം വേണ്ട, നമ്മൾ പ്രാരബ്ധകർമ്മം മാത്രമേ വിട്ടുപോകാതെ ഉള്ളൂ. അല്ലെങ്കിൽ അപ്പം വിട്ടുപോയിട്ടില്ല, പക്ഷേ ആ ജീവിതം കഴിയുമ്പോഴേക്കും ഈ പ്രാരബ്ധകർമ്മം കഴിയുമ്പോഴേക്കും ബാക്കി എല്ലാ കർത്തൃത്വവും ഭോക്തൃത്വം ഒന്നും ഇല്ലാണ്ടായിച്ചാൽ ഈ മരണത്തോടു കൂടി ഈ ജന്മത്തിൽ തന്നെ ഈ ബോഡി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മോക്ഷം കിട്ടും. അല്ലെങ്കിൽ ഒരു ജന്മോ 2 ജന്മോ വേണം വെച്ചാലും എനിക്ക് ആ ഉദിച്ച ജ്ഞാനം ഒരിക്കലും പോകരുതേ എന്നാണ്. അതായത് ജ്ഞാനം ഉദിച്ചാലും അല്ലെങ്കിൽ തത്വജ്ഞാനം ഉണ്ടായാലും മനസ്സും കർമ്മവും അതോടെ അടങ്ങണം എന്ന് നിർബന്ധമില്ല. അതാണ് ജ്ഞാനോദയവും ഈ കർമ്മത്തിനെ നമ്മളെ കർമ്മം ചെയ്യാൻ പ്രചോദകമായ വാസന കൊണ്ടാണല്ലോ നമ്മൾ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ജ്ഞാനോദയവും കർമ്മ പ്രചോദകമായിട്ടുള്ള വാസനയും മനസ്സും അടങ്ങലും ഒരുമിച്ചായാൽ നമ്മൾ ജീവൻ മുക്തനായി പറയും. മീൻസ് ശരിക്കും ബ്രഹ്മം തന്നെ ആയിത്തീർന്നു. പിന്നെ ബ്രഹ്മത്തിലാണ് വർത്തിക്കണ, കർത്തൃത്വമില്ല, ഭോക്തൃത്വമില്ല. മറ്റത് അങ്ങനെ ആയി കഴിഞ്ഞിട്ടില്ല വെച്ചാൽ ജീവൻ മുക്തനായില്ലെങ്കിൽ പോലും ജ്ഞാനോദയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ജന്മം തന്നെ പ്രാരബ്ധ കർമ്മം കഴിഞ്ഞ് ശരീരം നശിക്കുന്നതോടെ നമുക്ക് മുക്തി ലഭിക്കും. അതായത് കർത്തൃത്വം ഭോക്തൃത്വം കൂടിയും പോയാൽ ജ്ഞാനം ഉദിച്ച് സാധാരണ നിലയ്ക്ക് ജ്ഞാനം ശരിക്കും ഉദിച്ചാൽ എല്ലാ കർമ്മബന്ധനം പോകുന്നതാണ് പറയുക, എക്സെപ്റ്റ് പ്രാരബ്ധം. അത് പിന്നെ ആ ബോഡി അതുവരെ പ്രാരബ്ധം കഴിയുന്നവരെ ബോഡി അവിടെ ഉണ്ടാവും. അപ്പോൾ ബോഡിയിലിരിക്കണം. സാധാരണ നിലയ്ക്ക് ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗാമികവും സഞ്ചിതവും കർമ്മവും ഒക്കെ നശിക്കും. പ്രാരബ്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രാരബ്ധം ആ ശരീരം വീഴണോടുകൂടി ഇല്ലാതെയാവും. അപ്പോൾ നമുക്ക് മോക്ഷം കിട്ടും. അങ്ങനെയാണ്. അതായത്
പിന്നെ ജീവൻ മുക്തനായില്ലെങ്കിൽ പോലും ജ്ഞാനോദയം ഉണ്ടെങ്കിൽ പിന്നെ ശരീരം പതിക്കുന്നതോടെ മുക്തി ലഭിക്കുമല്ലോ. ഇനി അഥവാ അപ്പോഴും കുറച്ചും കൂടി കർമ്മബന്ധനം ബാക്കിയുണ്ടെങ്കിൽ ഒരു 1-2 ജന്മം ഉണ്ടാവും. അപ്പം ജ്ഞാനം ഒരിക്കൽ ഉദിച്ചാൽ പിന്നെ അതൊരിക്കലും നഷ്ടപ്പെടില്ല. അപ്പം എഴുത്തച്ഛൻ പറയണമെന്ന് വെച്ചാൽ ജീവൻ മുക്തത്വം ലഭിച്ചില്ലെങ്കിലും എനിക്ക് തത്വജ്ഞാനം ഉദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിരന്തരമായി നിൽക്കണേ എന്നാണ്. അതായത് കർമ്മവ്യപായം എന്നുള്ള ഒരു വാക്കുണ്ടല്ലോ ഇതിൽ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ മനസ്സും വാസനയും പ്രാരബ്ധകർമ്മങ്ങളിൽ നിന്നുകൂടി നിവൃത്തി. അതായത് ഈ ശരീരത്തിലിരിക്കുമ്പോഴും കൂടി ഒന്നും അനുഭവിക്കണില്ല. ഈ ശരിക്ക് കർമ്മവ്യപായം വന്ന ആള് ജീവൻ മുക്തൻ, കർമ്മവ്യപായം പൂർണ്ണമായി വന്ന ആളെയാണ് ജീവൻ മുക്തൻ പറയുക. ആ ആള് മനസ്സും വാസനയും ആക്ച്വലി ആഗാമിക കർമ്മങ്ങളിൽ നിന്നും സഞ്ചിത കർമ്മങ്ങളിൽ നിന്നും പ്രാരബ്ധകർമ്മങ്ങളിൽ നിന്നും കൂടിയും നിവൃത്തനാണ്. ഈ ശരീരത്തിലിരിക്കുമ്പോഴും കൂടിയും ശരീരത്തിന് സംഭവിക്കുന്നതൊന്നും ആ ജീവൻ മുക്തനെ ബാധിക്കണില്ല. പ്രാരബ്ധം കഴിയുന്നത് വരെ നല്ല ജ്ഞാനിയായിട്ട് ആ ശരീരത്തിൽ ഇരുന്നിട്ട് ശരീരം വീണ സമയത്ത് പുനരാവൃത്തിരഹിതമായിട്ടുള്ള മുക്തി ആൾക്ക് ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അവിടെ എത്തുക എന്നൊക്കെ നമ്മളിതിന് മുമ്പേ അതിൽ പറഞ്ഞുവല്ലോ. ഈശ്വരാരാധനയുടെ ഭാഗവതത്തിലും കണ്ടു. എല്ലാ കർമ്മങ്ങളും ഫലാപേക്ഷയില്ലാതെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ പിന്നെ കർമ്മബന്ധനം ഉണ്ടാകില്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പല ദിക്കിലും. അങ്ങനെ ആയാൽ ഈ കർമ്മവ്യാപൃതനായിരിക്കുമ്പോൾ തന്നെ മോചനം ലഭിക്കും. എന്താ അറിയുമോ? അതായത് കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ഫലാപേക്ഷയില്ല, ഞാൻ ചെയ്യണു എന്നുള്ള കർത്തൃത്വമില്ല, എനിക്ക് അതിൻ്റെ ഫലം വേണം അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഫലം അനുഭവിക്കുന്നോ ഒന്നുള്ള ഭോക്തൃത്വം ഇല്ല. ചോട്ടെ, നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർമ്മമോചനം ലഭിക്കും. അതാണ് ഒരു വ്യത്യാസം. നൊച്ചൂർ സ്വാമി ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് എന്താ അറിയോ? ഈ ഭഗവത്ഗീതയിലും ഉദ്ധവഗീതയിലും തമ്മിലുള്ള വ്യത്യാസം അതാണെന്ന്. അതായത് ഭഗവത്ഗീത ഈ കർമ്മബന്ധനം വരാത്തൊരാൾക്ക് ഉപദേശിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു സന്യാസിക്ക് വേണ്ടതല്ല ഉപദേശം. അതായത് കർമ്മം എല്ലാം ചെയ്തോളൂ, കർത്തൃത്വം ഭോക്തൃത്വം, പക്ഷെ എല്ലാം ഫലാപേക്ഷ ഇല്ലാതെ ഈശ്വരപ്പണമായി ചെയ്യുമെന്നാണ്. പക്ഷേ പിന്നെ ഉദ്ധവനോട് പറയണത് എന്താ അറിയോ? കർമ്മം ചെയ്യേരുതെന്നാണ്. അതായത് കർത്തൃത്വം ഭോക്തൃത്വം തീരെ ഇല്ലാതെ വേണം. കാരണം ഉദ്ധവൻ അത്ര മെച്ചുവേർഡായിരുന്നു. മറ്റത് ക്ഷത്രിയനാണ്, ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് ലൈഫാണ് അല്ലേ. അപ്പോൾ അവിടെ യുദ്ധം ചെയ്യണം ഒക്കെ വേണം. പക്ഷേ എന്താ അവിടെ ഭഗവാൻ പറയണ വെച്ചാൽ കർമ്മവ്യാപൃതന ആയിരിക്കുമ്പോൾ തന്നെ അർജുനന് കർമ്മമോചനം വേണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്തോളൂ എന്നാണ് പറയണത്. അതേസമയം പിന്നെ എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്തോളൂ, എന്നാലും ഞാൻ ചെയ്യാമെന്നുണ്ട് അവിടെ കേട്ടോ. പക്ഷേ ശരിക്കൊരു ജീവൻ മുക്തൻ അങ്ങനെ ഇല്ല, കംപ്ലീറ്റ്ലി കർമ്മവ്യാപൃതനാവും. ഒന്നും ഞാൻ കർത്തൃത്വം ഭോക്തൃത്വം കൂടി ഇല്ലാണ്ടാവും. അപ്പം ഞാൻ അഥവാ കർത്തൃത്വം ഭോക്തൃത്വം കുറച്ച് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ പ്രാരബ്ധകർമ്മം കഴിയണവരെ അല്ല, അതായത് കുറച്ചുണ്ടെങ്കിൽ പോലും ആ ഉദിച്ച ജ്ഞാനം ഒരിക്കലും മായരുതേ മറയരുതേ എന്നാണ് ഇതിൽ. പിന്നെ എന്താണ്, ഒരു ജ്ഞാനിയെപ്പോലെ കർത്തൃത്വം ഭോക്തൃത്വം ഇല്ലാതെ ആവണില്ലെങ്കിൽ പോലും ജ്ഞാനം, അത് തത്വജ്ഞാനം ഉള്ളിലുണ്ടെങ്കിൽ അതൊരിക്കലും പോവാതെ സൂക്ഷിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് ഇതിൽ ആര് പറയണത്? എഴുത്തച്ഛൻ പറയണത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർമ്മമൊക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞ് ബ്രഹ്മാനുഭവത്തിൽ വർത്തിക്കുന്നതാണ് ജീവൻ മുക്തി. അപ്പോൾ പിന്നെ ഈ ജീവൻ മുക്തി വരണേന് മുമ്പ് തന്നെ തത്വജ്ഞാനം ഉണ്ടാവാം. അതാണ് ഇതിൽ പറഞ്ഞത്. തത്വജ്ഞാനം ഉണ്ടായി അതിനിപ്പോൾ ആ ജന്മത്തിൽ തന്നെ മുക്തി ലഭിച്ചാലും ഇല്ലെങ്കിൽ പോലും ആ ഉദിച്ച ജ്ഞാനം അതുപോലെ നിൽക്കണേ, നഷ്ടപ്പെടാതെ നിരന്തരമായിട്ട് എന്നിൽ പിന്നെ പ്രകാശിച്ച് നിൽക്കണേ എന്നാണ് ഇതിൽ പറയണത് കേട്ടോ. വാസനയും മനസ്സും വാസനയും കൂടി ഇണങ്ങിയാലല്ലേ പിന്നെ പറ്റുള്ളൂ. അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പിന്നെ എന്താണ് ഇതും കൂടി വായിച്ച് ഇന്ന് നിർത്താം.
നത്വം വരും പരിചു കർമ്മവ്യപായമിഹ മധ്യേ ഭവിക്കുരുമതില്ലെങ്കിലും കിമപി തത്വാദിയിൽ പരമുദിച്ചോരു ബോധം. അതാണ് തത്വത്തിൽ ഉദിച്ച ആ ബോധം വെച്ചാൽ തത്വജ്ഞാനമുണ്ട്, പക്ഷെ ശരിക്കത് എന്താ പറയുക, ഈ കർത്തൃത്വവും ഭോക്തൃത്വവും നിശേഷമായിട്ടില്ലാണ്ടേയിട്ടില്ല. അപ്പോൾ കർമ്മവ്യപായം പൂർണ്ണമായി എന്ന് പറയുകയില്ല. അതാണ് ചിത്തേ തത്വാദിയിൽ പരമുദിച്ചോരു ബോധമതു ചിത്തേ വരേണ്ടതിഹ. നാരായണായ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.